അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും വിദേശത്ത് താമസക്കാരായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നേക്കാം. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകാനും സാധിക്കും. ഏരിസ് റൊമാൻസ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ ഇടപെട്ട് സഹായിക്കുവാൻ ശ്രമിക്കുന്ന സുഹൃത്തിനെ കുറിച്ച് ശ്രദ്ധയുണ്ടാകുക. അഭിപ്രായ ഭിന്നത നിങ്ങളുടെ പങ്കാളിയുമായാണ്. അതിൽ നിങ്ങളുടെ സുഹൃത്തിന് ഇടപെടേണ്ട കാര്യമില്ല. പുറത്തുനിന്നുമുള്ള ഇടപെടലുകൾ വെള്ളം കൂടുതൽ കലക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ആവതും നിയന്ത്രിക്കുക. വ്യക്തമായി വിവരങ്ങൾ സംസാരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരും. ഏരിസ് കരിയർ. ഫലപ്രദമായ ഒരു പ്രകടനം കാഴ്ചവെക്കുവാനുള്ള സമയമായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഒരു പ്രസന്റേഷൻ നൽകുന്നുണ്ടായിരിക്കാം. അത് ഫലപ്രദവുമാകാം. ആരും അഥവാ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും മനം മടുപ്പരുത്. ദീർഘകാലത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങളുടെ മേലാളന്മാർ നിങ്ങളെ ആത്മാർപ്പണമുള്ള വ്യക്തിയെന്ന നിലയിൽ കാണും. നിങ്ങൾ ഏതെങ്കിലും സാങ്കേതിക രംഗത്താണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാം സുഗമമായി പോകുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ കൈവരിക്കാനും സാധ്യതയുണ്ട്. ഏരിസ് ഫൈനാൻസ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടും. സാമ്പത്തിക രംഗത്ത് ഇന്ന് നിങ്ങൾ ചില ചലനങ്ങളും കാണും. അതിന്റെ ഫലം നിങ്ങൾക്ക് സംതൃപ്തി നൽകും. ഇന്ന് ചില ഹ്രസ്വകാല സാമ്പത്തിക നേട്ടങ്ങൾ കാണുമെങ്കിലും സാമ്പത്തിക ലക്ഷ്യത്തിലെത്തുവാനുള്ള നിങ്ങളുടെ സുസ്ഥിരമായ പ്രയത്നങ്ങളാണ് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഗുണകരമായ മാറ്റങ്ങളുടെ ഫലം ഉപയോഗിക്കുക. ഏരിസ് ഹെൽത്ത്. ദഹന സംബന്ധിയായ അസുഖമുള്ളവർ നിങ്ങളുടെ അസുഖത്തിന് ഒരു പ്രതിവിധി ഒരുപക്ഷെ കണ്ടെത്തിയേക്കാം. എന്നിരുന്നാലും തുടക്കത്തിൽ നിങ്ങൾ വയറിന്റെ കാര്യത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ചെറിയ ഒരു അശ്രദ്ധ അസുഖം വീണ്ടും വരുത്തുവാൻ കാരണമാക്കിയേക്കും. എളുപ്പത്തിൽ സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ ഭക്ഷണകാര്യത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുക. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. ഇത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലും പ്രണയത്തിലും കുടുംബജീവിതത്തിലും പ്രാവർത്തികമാക്കും. പൊതുവെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂർമ്മ ചിന്തയും ശുഭാപ്തി വിശ്വാസവും ഉള്ളവരായിരിക്കും. ഈ അനുഭവം നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബത്തിലും സന്തോഷമുണ്ടാക്കണം. ടോറസ് റൊമാൻസ്. ഇന്ന് ചെറിയ വഴക്കുകൾ, വാക്കുതർക്കങ്ങൾ എന്നിവ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾ ഇരുവരുടെ മനസ്സിലും ഒരു ചെറിയ വിഷമം അവശേഷിപ്പിക്കും. ഇന്നത്തെ ദിനത്തിൽ ആവശ്യം ക്ഷമയും മറ്റുള്ളവർക്ക് മാപ്പ് നൽകലുമാണ്. കാരണം ദീർഘകാല സൗഖ്യമാണ് സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കയറി വരുവാൻ അവസരമുണ്ടാക്കുക വഴി അത് നിങ്ങളുടെ സന്തോഷവും പരസ്പര വിശ്വാസവും കുറയ്ക്കുവാൻ ഇടവരുത്തും. ടോറസ് കരിയർ. നിങ്ങൾ ഒരു IAS ജോലിക്കോ സർക്കാർ ജോലിയോ ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരമൊരു പ്രധാന ഭരണ സംബന്ധമായ സ്ഥാനം ലഭിക്കാൻ ഈ സമയം യോജിച്ചതാണ്. ഒരു അഭിമുഖം ലഭിക്കുമെന്ന് ഉറപ്പോടെ ഈ യോജിച്ച പൊതുവായ പദവി ലഭിക്കാനും ഇതിനായി നിങ്ങളെക്കുറിച്ചുള്ള സാരാംശം അയക്കാനും യോജിച്ച സമയമാണിത്. ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമേ ആവില്ലെന്ന് നിങ്ങൾക്കറിയാം. ടോറസ് ഫൈനാൻസ്. പുതിയ നിക്ഷേപ പദ്ധതികൾ ശ്രമിക്കണമെന്ന ഒരാഗ്രഹം ഇന്ന് നിങ്ങൾക്കുണ്ടാകും. ഒരുപക്ഷെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറച്ച് പകൽ വ്യാപാരം. പരീക്ഷണത്തിന് ഇന്നത്തെ ദിനം നല്ലത് തന്നെ. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കുക. അത് എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ചാടാം. കണക്കുകൂട്ടലുകളോടെ റിസ്ക് എടുക്കുക. അതിൽ ചിലത് നിങ്ങൾക്ക് ലാഭം കൊണ്ടുവരും. ടോറസ് ഹെൽത്ത്. ദഹന സംബന്ധിയായ അസുഖമുള്ളവർ നിങ്ങളുടെ അസുഖത്തിൽ നിന്നും ഇന്ന് പൂർണ്ണമായും സുഖപ്പെടും. എന്നാൽ അമിതാഹ്ലാദത്തിൽ ഒരു ബർഗർ അല്ലെങ്കിൽ അധികം ചിപ്സ് എന്നിവ അകത്താക്കുക വേണ്ട. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ പരീക്ഷിക്കേണ്ടതുണ്ടിപ്പോഴും. അത്താഴം കുറച്ചു നേരത്തെയാക്കി രാത്രിയിലെ ദഹന പ്രശ്നങ്ങളെ നേരിടുക. അതുപോലെ മാനസിക പിരിമുറുക്കം കുറച്ചും പോഷക സംയുക്തമായ ഭക്ഷണം കഴിച്ചും ഇപ്പോൾ മുതൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ നേർവഴിയിലേക്ക് നയിക്കുക. ജെമിനി ഓവർവ്യൂ. അടുത്ത സുഹൃത്തുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം ഇന്ന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. ഈ അവസ്ഥ കൈകാര്യം ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ചു വേണം. നിങ്ങളുടെ ഭാഗത്തു നിന്നും മാത്രമല്ല മറ്റേ ആളുടെ ഭാഗത്തു നിന്നും കൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം പ്രശ്നങ്ങളെ മാറ്റി നിർത്തുവാനും ഒരു സുഹൃത്ത് ബന്ധം തകരുന്നത് ഒഴിവാക്കാനും സാധിക്കും. ജെമിനി റൊമാൻസ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവളും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനുമൊത്ത് അനുരാഗം നിറഞ്ഞ ഒരു ഡേറ്റിംഗിന് ഇന്ന് സാധ്യത കാണുന്നു. ഈയിടെയായി നിങ്ങളുടെ മനസ്സ് കുറച്ചൊന്ന് അസ്വസ്ഥമായിരുന്നുവെങ്കിൽ ഈ അവസരം അത് ലഘൂകരിക്കും. ഈ വിശിഷ്ട സമയം പങ്കാളിയെ നിങ്ങളുടെ സ്നേഹമറിയിക്കുവാനും
ആസ്വദിപ്പിക്കുവാനും ഉപയോഗിക്കുക. അപ്പോൾ തിരിച്ചു കിട്ടുന്ന സ്നേഹം എത്രയെന്ന് കണ്ടറിയുക. Gemini, career. കർമ്മരംഗത്ത് നിന്നുണ്ടാകുന്ന ചില നല്ല മത്സരങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വെളിവാക്കുവാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെക്കാൾ നന്നായി ജോലികൾ ചെയ്യുവാനും വേണ്ട പ്രേരണ നിങ്ങൾക്ക് നൽകും. കൂടാതെ ഇത് നിങ്ങളെ എപ്പോഴും തിരക്കുള്ളവനാക്കുകയും അന്തിമ ഫലത്തിൽ സംതൃപ്തി ഉള്ളവനാക്കുകയും ചെയ്യും. ഈ നല്ല മത്സരങ്ങളുടെ ഏറ്റവും നല്ല ഫലം അത് ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഔദ്യോഗിക ഉയർച്ചയ്ക്ക് കാരണമാക്കുമെന്നതാണ്. Gemini, finance. നിങ്ങളുടെ ഒരു കുടുംബാംഗം നിങ്ങളിൽ നിന്നും കടമെടുക്കുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് കോട്ടം തട്ടും. ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് നിങ്ങൾ കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് കിട്ടാക്കടമാകുവാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കുവാനും സാധ്യതകൾ കാണുന്നു. ഈ കാര്യത്തിൽ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി ബുദ്ധിപൂർവം അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. Gemini, health. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് ഇന്നൊരു പ്രശ്നവും നൽകില്ല. എന്നാൽ നിങ്ങൾക്കടുത്ത് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ആരോഗ്യസ്ഥിതി അത് നിങ്ങൾക്ക് നൽകും. ഇതുമൂലം നിങ്ങളുടെ മാനസിക ആയാസം വളരെ കൂടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മാനസിക ആയാസം, ക്ഷീണം എന്നിവയെക്കുറിച്ച് ബോധവാനാകണം. അല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കും. Cancer, overview. ഇന്ന് നിങ്ങൾക്ക് സമാധാനപരമായ മനസ്സുണ്ടാകില്ല. സമ്മർദ്ദമില്ലാത്ത ഒരവസ്ഥ എന്നത് വിനോദമോ വായനയോ പൂന്തോട്ട നിർമ്മാണമോ ആണ്. ഒരു ദിവസം കൂട്ടുകാരുമൊത്തോ വീട്ടുകാരുമൊത്തോ പുറത്തു പോകുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇതൊന്നും നിന്റെ അഭിപ്രായമായിരിക്കില്ല. ആരെങ്കിലും നിന്നെ വിളിച്ച് ആജ്ഞാപിച്ചതോ നിർദ്ദേശിച്ചതോ ആയിരിക്കും. ഇതിൽ നിരാശനാകാതെ സമാധാനപരമായ അവസ്ഥയിൽ മനസ്സിനെ ക്രമീകരിക്കണം. Cancer, romance. ഇന്ന് അനുരാഗ ജീവിതത്തിൽ ആവശ്യം വേണ്ടത് ക്ഷമയും മാപ്പ് നൽകലുമാണ്. ഈ അടുത്ത കാലത്തെ ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി ഒരു ചെറിയ വാക്കുതർക്കമുണ്ടായി കാണാം. എന്നാൽ ഇന്ന് പരസ്പരം സംസാരിക്കുവാനും മാപ്പ് കൊടുക്കുവാനും മറക്കാനുമുള്ള ദിനമാണ്. ഉണ്ടായ വഴക്കിനെ മൂടിപ്പുതപ്പിച്ച് കിടത്താതിരിക്കുക. കാരണം അങ്ങനെ ചെയ്താൽ അതൊരു ദിനം വീണ്ടും തലപൊക്കും, നിങ്ങളെ വേട്ടയാടുകയും ചെയ്യും. വ്യക്തമായി സംസാരിക്കുക, പങ്കാളിക്ക് മാപ്പ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബന്ധം വീണ്ടും എളുപ്പം ശരിയായ പാതയിലേക്ക് എത്തിക്കും. Cancer, career. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളിൽ നിന്ന് ലഭിക്കുന്ന വ്യാപാര വാഗ്ദാനം നിങ്ങൾ പരിഗണിക്കും. ഇതിനു മുമ്പ് നിങ്ങൾ കുടുംബ വ്യാപാരത്തിൽ ചേരുന്നത് അവഗണിച്ചിരിക്കാം. എന്നാൽ ഇപ്പോൾ ഇത് പരിഗണിക്കുന്നു. ഈ സമയം നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കാമോ എന്ന ചിന്താക്കുഴപ്പത്തിലായേക്കാം. നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് പരിഗണിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കാൻ ശ്രമിക്കുക. എന്തെന്നാൽ നിങ്ങൾ ഈ കുടുംബപാത തിരഞ്ഞെടുത്ത ശേഷം വിടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രയാസമായി തീരും. Cancer, finance. അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് അതുകൊണ്ടുവരുന്ന കൂടുതൽ ആഹ്ലാദം ആസ്വദിക്കാം. നിങ്ങളുടെ ഈ ഭാഗ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മനസ്സുണ്ടാകുക. കൂടെയുള്ളവർ അത് ശ്രദ്ധിക്കും. അവരും അതുപോലെ നിങ്ങളോട് പെരുമാറും. നല്ല കാര്യങ്ങൾക്കായി സംഭാവന നൽകുക. Cancer, health. നിങ്ങളുടെ സ്വാസ്ഥ്യസ്ഥിതി ഇന്ന് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റവും വളരെ ഉയർന്ന നിലയിലായിരിക്കും. നിങ്ങളുടെ നല്ല ശാരീരിക അവസ്ഥയ്ക്ക് നന്ദി. ഇന്നത്തെ ദിനം ആനന്ദിക്കുക. അടുത്തുള്ള ജിമ്മിലേക്ക് നടക്കുക. നിങ്ങൾക്ക് ചുറ്റിലുമുള്ള സാഹചര്യങ്ങളെ മുതലെടുക്കുവാൻ പറ്റിയ ശാരീരിക മാനസിക അവസ്ഥയിലാണ് നിങ്ങൾ. മടിക്കണ്ട, ഉടനാകട്ടെ. Leo, overview. റിലാക്സേഷനും ഒരുമിച്ചുള്ള സന്തോഷത്തിനും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കുടുംബവും ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായി കുറച്ചു സമയം ചെലവഴിക്കണം. അവരെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും അവരുമായി അടുത്തിടപഴകുകയും നിങ്ങളുടെ സ്നേഹിതരുമായി കളിതമാശകൾ പറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുക. Leo, romance. ബന്ധത്തിലുള്ളവർ ഇന്ന് ലഭിക്കുന്ന അധിക സമയം നിങ്ങളുടെ പങ്കാളിക്കായി വിശിഷ്ട ശ്രദ്ധ കൊടുക്കുവാൻ ഉപയോഗിക്കുന്നത് കാണാം. നിങ്ങളുടെ വികാരങ്ങളുടെയും സ്നേഹത്തിന്റെയും ദൂർത്ത് അവരോട് കാണിക്കുക. അവർ തിരിച്ചും നിങ്ങളോട് അതുതന്നെ ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ സന്തോഷവും സ്നേഹവും നിറഞ്ഞ സ്ഥലമായിരിക്കുമെന്നർത്ഥം. Leo, കരിയർ. നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയും വീട്ടിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുന്നതിന് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഒഴിവാക്കി പഠിക്കുന്നതിന് ഇന്ന് വരെ നല്ലൊരു സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുമതലകളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ വളരെ ദൂരേക്ക് പോകുന്നതായി നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തടസ്സങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട പരിഹാരങ്ങൾ ഈ സ്ഥലത്ത് പ്രയോഗിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഉദ്ദേശം നിറവേറ്റാൻ കഴിയുമെങ്കിൽ വളരെ നല്ലൊരു ഭാഗം പൂർത്തിയാക്കാമെന്ന് നിങ്ങൾക്ക് കാണാം. Leo, finance. നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അത് പണമാകട്ടെ അല്ലെങ്കിൽ സമയമാകട്ടെ, മറ്റുള്ളവർക്കായി കൊടുത്ത് ദയ കാട്ടുവാനുള്ള സമയമാണിത്.
നിങ്ങൾ ഒരു ചാരിറ്റി സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭാവന കൊടുക്കും, അല്ലെങ്കിൽ കൂട്ടാളിക്ക് ഒരു സമ്മാനം. രണ്ടായാലും നിങ്ങളുടെ നല്ല മനസ്സും സമ്പത്തും മൂലം മൂന്നാമതൊരാൾക്ക് ഇന്ന് ഗുണം ലഭിക്കും. സമ്പത്തെന്നാൽ വിഭവ സമ്പത്ത് മാത്രമല്ല, നിങ്ങളുടെ നല്ല മനസ്സെന്ന സമ്പത്തും. ലിയോ ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് സ്വാസ്ഥ്യം തോന്നും, പ്രത്യേകാൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. ആയതിന്റെ അർത്ഥം നിങ്ങൾ വ്യായാമം ചെയ്യേണ്ടതില്ല എന്നല്ല. നിങ്ങളുടെ വ്യായാമ മുറകളും ആഹാരരീതികളും നല്ല ആരോഗ്യമെന്ന നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ആരോഗ്യകാര്യത്തിൽ അലംഭാവം വേണ്ട. പൊഴിഞ്ഞുപോയ ശരീരഭാരം എളുപ്പം തിരികെ എത്തും. വെർഗോ ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് പ്രധാന പങ്കുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കുഴയ്ക്കുന്ന സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ളവരെ വിളിക്കുക. അവർ നിങ്ങളെ സഹായിക്കും. എന്തെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായും കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിലും അത് കൊടുക്കണം. നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നതിന് നാണക്കെടേണ്ട കാര്യമില്ല. വീട്ടുകാരോടും ബന്ധുക്കളോടും നല്ല രീതിയിൽ സംസാരിച്ചിട്ടേ ഒരു ദിവസം കഴിയാവൂ. വെർഗോ റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെയും ഇടയ്ക്ക് കയറുവാൻ ശ്രമിക്കുന്ന ഏതൊരാളെക്കുറിച്ചും ഇന്ന് നിങ്ങൾ കുറച്ച് സംശയദൃഷ്ടി വെക്കണം. ഈ വ്യക്തിക്ക് നിങ്ങളുടെ താല്പര്യങ്ങളുടെ ഒരു മമതയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഇവർ കയറി വരുന്നത് ആവതും കുറയ്ക്കണം. നിങ്ങളുടെ പങ്കാളിയുമൊത്ത് നേരിട്ട് വ്യക്തതയോടെ സംസാരിക്കുക. അത് കാര്യങ്ങൾ എളുപ്പമാക്കും. വെർഗോ കരിയർ. നിങ്ങളെ ശരിയായ ദിശയിലേക്ക് ആരോ ഒരാൾ നയിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. ഇത് യഥാർത്ഥത്തിൽ ഒരു ഉപദേശകനോ അല്ലെങ്കിൽ നല്ല ദിശയിലേക്ക് നയിക്കപ്പെടും എന്ന് നിങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളോ ആവും. തൊഴിൽ സംബന്ധിച്ചോ വിദ്യാഭ്യാസം സംബന്ധിച്ചോ ഈ ആൾക്ക് ഇന്ന് നിങ്ങളെ സംശയങ്ങൾ വിശകലനം ചെയ്യാനും ദൂരീകരിക്കാനും സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ സമയം നിങ്ങൾ അയാളെ അനുസരിക്കുക. വെർഗോ ഫൈനാൻസ്. വസ്തുവ്യാപാരത്തിൽ നിന്നും ഒരു വലിയ ലാഭമുണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിക്ഷേപം ഇറക്കുക. ഒരു കരാർ കുറച്ചു കാലമായി അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു കാലമായി വസ്തുവിൽ നിക്ഷേപം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ മുന്നോട്ടു പോകുക. ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമാണ്. കുറഞ്ഞ കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ വലിയ ലാഭമുണ്ടാകും. 1787. ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും നിയമയുദ്ധത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു നല്ല വാർത്ത ലഭിക്കും. വളരെ കാലമായി നിലനിന്നിരുന്ന ഒരു വസ്തു വ്യവഹാരം ഇന്ന് തീരും. വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്നതിനാൽ നിങ്ങൾ ഇതിനെ നിശ്വാസത്തോടെ സ്വാഗതം ചെയ്യും. എന്നുവെച്ച് എല്ലാം അവസാനിച്ചുവെന്ന് കരുതരുത്. എല്ലാറ്റിനും പൂർണ്ണ സമാപ്തിയാകുന്നതുവരെ ശ്രദ്ധിച്ചിരിക്കുക. വെർഗോ ഹെൽത്ത്. ഇൻഫെക്ഷൻ തുടങ്ങിയ ശ്വാസോച്ഛ്വാസ സംബന്ധിയായ അസുഖമുള്ള പ്രവണതയുള്ളതിനാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. തണുത്ത പാനീയങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണമൊന്നും ചെയ്യുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവ കഴിക്കാതിരിക്കുക. കൂടാതെ ഇന്ന് പുകവലിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. കഴിയുന്നതും പുക നിറഞ്ഞ മൂടൽമഞ്ഞിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുക. പനിയോ ശരീരവേദനയോ വരുന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ ആവശ്യത്തിന് വിശ്രമമെടുക്കുക. ഇവ ഒഴിഞ്ഞുപോകും. ലിബ്ര ഓവർവ്യൂ. ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ പരിചയപ്പെടണം. നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഉറച്ച കാൽവപ്പോടെ മുന്നോട്ടു പോകുക. അങ്ങനെ അവരിൽ മതിപ്പുണ്ടാക്കണം. ആ പരിചയപ്പെടൽ നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊരു മേഖലയെ സഹായകമാകും. നിനക്ക് കൈവന്നിട്ടുള്ള ആദ്യത്തെ ബിസിനസ് കാർഡുകൾ തന്നെ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ശരിയായ രീതിയിൽ നീ മുന്നോട്ടു പോകും. ലിബ്ര റൊമാൻസ്. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരാകുവാൻ തീരുമാനിച്ചവരാണെങ്കിൽ, നിങ്ങൾ ഇരുവരും കൂടി ഇന്നൊരു ചെറിയ യാത്ര പോകുവാൻ സാധ്യതയുണ്ട്. ഇത് ഒന്ന് വിശ്രമിക്കുവാനും പരസ്പരം കുറച്ചു സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരം നൽകും. ഇത് സന്തോഷത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ കയ്യിൽ വെച്ചോളൂ. ഈ യാത്രയെക്കുറിച്ച് കുറച്ച് കുറിപ്പുകളുമാകാം. അങ്ങനെയെങ്കിൽ ഭാവിയിൽ അത് വായിച്ച് കുറേയേറെ ചിരിക്കുകയുമാകാം. ലിബ്ര കരിയർ. നിങ്ങൾക്ക് വേണ്ടി തൊഴിൽപരമായി വ്യാപാരത്തിനൊപ്പം സന്തോഷവും ലയിപ്പിക്കുക. നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ വ്യാപാരം, നിങ്ങളുടെ ഇഷ്ടവിനോദം, മറ്റു താല്പര്യങ്ങൾ എന്നിവയുമായി കൂട്ടിക്കുഴിക്കുന്ന ഒരു തൊഴിൽപരമായി കഴിവുള്ളയാൾ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു നല്ല തൊഴിൽ സംബന്ധിച്ച അനുകൂല സാധ്യത കണ്ടെത്തിയേക്കും. ഈ അനുകൂല സാഹചര്യം വളരെ ബുദ്ധിമുട്ടിൽ നിന്നും ഉണ്ടായതായിരിക്കാം എന്നതിനാൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വെക്കുക. നിങ്ങളുടെ കഠിനാധ്വാനവും ബുദ്ധിപൂർവമായ ആസൂത്രണവുമുള്ള വർഷങ്ങൾ നിങ്ങളുടെ തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങൾ നന്നായി മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു. അതിനാൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തന്നെ പതുക്കെ തലോടുക. ലിബ്ര ഫൈനാൻസ്. വർദ്ധിച്ച വരുമാനം ജീവിതശൈലിയിൽ മാറ്റം വരുത്തുവാൻ നിങ്ങളെ സഹായിക്കും.
ഈയിടെയായി നിങ്ങൾക്ക് ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ആയി ചില ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതായി കാണാം. ഇപ്പോൾ ഈ വസ്തുക്കൾ നിങ്ങൾക്ക് താങ്ങാനാകുന്നവയാണെന്നും അതുകൊണ്ട് പ്രത്യേക സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും കാണുന്നു. ലിബ്ര ഹെൽത്ത്. അമിത ആയാസവും ചെറിയ പനിയും മൂലവുമാകാം നിങ്ങൾക്കിന്ന് മുഴുക്ക ചെറിയ തലവേദനയ്ക്ക് സാധ്യതയുണ്ട്. ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ക്ഷമ നല്ലതാണ്. അമിത മാനസിക ആയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക. സ്കോർപിയോ ഓവർവ്യൂ. ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹിതയുമായുള്ള ബന്ധം അത്ര ഹാർദവമായിരിക്കില്ല. എത്രയും വേഗം പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാൻ നോക്കുമെങ്കിലും അത് അത്ര സംതൃപ്തി തരില്ല. ഈ സ്നേഹിതയ്ക്ക് എല്ലാം മനസ്സിലാക്കാൻ സമയം ആവശ്യമായി വരും. അതിനുള്ള സമയം കൊടുക്കുവാൻ ശ്രമിക്കുകയും എന്നാൽ സംസാരം നിർത്തിക്കളയരുത്. ഈ പ്രശ്നങ്ങളെ തന്ത്രപരമായി കൈകാര്യം ചെയ്യണം. സ്കോർപിയോ റൊമാൻസ്. ജീവിതത്തിലെ സ്നേഹത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് കരുതലോടെ ഇരിക്കുക. കാരണം വാഗ്വാദങ്ങൾക്കും ചെറിയ വഴക്കുകൾക്കും ഇന്ന് സാധ്യത കാണുന്നു. നിങ്ങൾ പറയുന്നതെന്തെന്ന് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ പങ്കാളിയുടെ മൂഡ് ശ്രദ്ധിക്കുകയും ചെയ്താൽ ഇന്ന് ഇതധികവും ഒഴിവാക്കാനാകും. കാര്യങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വഷളാക്കരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും സൗമ്യവും ശ്രദ്ധയും ഉണ്ടാകുക. എങ്കിൽ വലിയ പരിക്കുകളില്ലാതെ ഇന്നത്തെ ദിനം കടന്നുപോകും. സ്കോർപിയോ കരിയർ. നിങ്ങളുടെ വ്യാപാരം ബാഹിക സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കിന്ന് നല്ല ദിവസമായിരിക്കും. നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉന്നതിക്കായി ഇന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇന്ന് നിങ്ങളെ തേടി അനേകം ഉപഭോക്താക്കളെത്തും. ഈ നല്ല സമയം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക. സ്കോർപിയോ ഫൈനാൻസ്. ഒരു പുതിയ വാഹനം വാങ്ങുവാൻ ഇന്ന് ശുഭദായകമായ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയ വാഹനം വാങ്ങുന്നത് ഉപദേശിക്കപ്പെടുന്നു. ഇന്ന് വാങ്ങുന്ന വാഹനങ്ങൾ മൂലം അതിന്റെ ഉടമസ്ഥൻ ചില മാനസിക പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ഈ തീരുമാനം കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുക. സ്കോർപിയോ ഹെൽത്ത്. തിരക്ക് പിടിച്ച ജീവിത രീതിയും അനാരോഗ്യകരമായ ഭക്ഷണ രീതിയും കൂടി ഇന്ന് നിങ്ങളെ ഒരു രോഗിയാക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങൾക്ക് നല്ലത് വരുത്തും. ധാന്യം, പച്ചക്കറി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വ്യായാമത്തിനും ഉല്ലാസത്തിനും സമയം കണ്ടെത്തുക. സജിറ്റേറിയസ് ഓവർവ്യൂ. ഈ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പ്രയാസപ്പെടുത്തുന്ന ബന്ധമായിരിക്കും. വീട്ടിലെ കാര്യങ്ങൾ അത്ര നല്ലതല്ലെങ്കിൽ അവിടെ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളെ സഹായിക്കില്ല. അതിനുള്ള സമയവും സാഹചര്യവും കണ്ടെത്തി ആളുകളുമായി ഇടപെടുക. നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം അവസാനം യോജിക്കില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രണ്ടുപേരും പ്രശ്നം തണുക്കുന്നതുവരെ മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. സജിറ്റേറിയസ് റൊമാൻസ്. ഇന്ന് ഒരു സവിശേഷമായ സന്ദർഭമുണ്ടാകും. അതിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. പുതിയ ആളുകളുമായി ബന്ധപ്പെടാം. സ്വയം ആസ്വദിക്കാം. മറ്റുള്ളവരെ ആകർഷിക്കും വിധത്തിൽ നിങ്ങൾ വസ്ത്രധാരണം ചെയ്യും. മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചേക്കാവുന്ന ഒരാൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. കാരണം ഇന്നീ ആൾക്കൂട്ടത്തിൽ ഒരു വിശിഷ്ട വ്യക്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ പ്രാണപ്രിയനാകാം. മൊത്തത്തിൽ ഇന്നത്തെ ദിനം മുഴുക്കെ ആനന്ദത്തിന്റേതും ചിരിയുടേതുമാകുന്നു. അതുകൊണ്ട് തന്നെ ആസ്വദിക്കുക. സജിറ്റേറിയസ് കരിയർ. ഔദ്യോഗിക രംഗത്തെ പുരോഗതിക്കായി നിങ്ങൾ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അമിതമായി അധ്വാനിക്കുന്നില്ലെന്നും ജോലി ഭാരത്താൽ വിഷമിക്കുന്നില്ലെന്നും നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തണം. ഇപ്പോൾ നിങ്ങളുടെ ജോലി ഭാരം കൂടുതലായിരിക്കുന്നതിനാൽ ദൈനംദിന പ്രവൃത്തികൾക്കും തിരക്കേറിയിരിക്കുന്നു. ഇതിൽ നിന്നും മാറി ഒരു സമയം കണ്ടെത്തണം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പദ്ധതികൾ പൂർത്തീകരിക്കുവാനായി കൂടുതൽ സമയം ചോദിച്ചു വാങ്ങുക. സജിറ്റേറിയസ് ഫൈനാൻസ്. കൂടുതലായി ചെയ്യേണ്ടുന്ന വിധത്തിൽ വ്യാപാരം വിപുലപ്പെടുത്തുക. ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കുക. കാരണം ഇതിനായി ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. മുന്നോട്ടു പോകുക. ലോകം മുഴുക്കെ നിങ്ങൾക്ക് കാണാനാകും. സജിറ്റേറിയസ് ഹെൽത്ത്. കുറഞ്ഞ ഊർജത്തിന്റെ ഉപയോഗമാണിന്നാവശ്യം. തമാശ രൂപത്തിൽ പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഒറ്റക്കാലിൽ നടക്കുക. ഒരു കാലിന്റെ ഊർജം ലാഭിക്കാമല്ലോ. ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്നിടത്ത് ചിരിക്കുക. അങ്ങനെയുള്ള സംഘടനകളിൽ അംഗത്വമെടുക്കുക. ഇത് നിങ്ങളിലെ ഇക്കിളിയെ ഒരുപക്ഷെ വീണ്ടും മുളപ്പൊട്ടിക്കുവാനും നിങ്ങളെ വീണ്ടും ചെറുപ്പമാക്കുവാനും സഹായിച്ചേക്കും. അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെയും സഹായിക്കും. ചുരുക്കത്തിൽ അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണമുണ്ടാകും. കാപ്രിക്കോൺ ഓവർവ്യൂ. നിന്റെ ജീവിതം പുതിയ രീതിയിൽ കൊണ്ടുവരാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരിൽ നിന്നോ അറിയാത്തവരിൽ നിന്നുമാകാം. ചിലപ്പോൾ അവർ നിന്നെ നല്ല രീതിയിൽ നിന്ന് കൊണ്ടുപോകും. അതിനുവേണ്ടി നീ മനസ്സ് തുറക്കുക. ചിലപ്പോൾ അത് മുതിർന്നവരിൽ നിന്നുമാകാം. നിന്റെ നല്ലതിനു വേണ്ടിയാണ്.
അവരുടെ താല്പര്യത്തെ നീ സംശയിക്കരുത്. അവർക്ക് എല്ലാം അറിയാം. Capricorn, romance. ഇന്ന് നിങ്ങളുടെ പങ്കാളിയും നിങ്ങളും ഈ ഒരു സായാഹ്നം കൂടി വീടിനകത്ത് കഴിയരുത്. ഒന്ന് പുറത്തിറങ്ങുക, പട്ടണം കലക്കി മറിക്കുക, വിനോദിക്കാവുന്ന എന്തെങ്കിലും ചെയ്യുക. ഒരു സിനിമ അല്ലെങ്കിൽ നൃത്തം, എന്തെങ്കിലും ആകട്ടെ. ഇത് ആ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തും. നിങ്ങൾക്കിരുവർക്കും പരസ്പരം സംസാരിക്കുവാൻ ഒരു പുതിയ വിഷയം നൽകുകയും ചെയ്യും. Capricorn, career. നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ ഏത് മേഖലകളിൽ നിങ്ങളുടെ കഴിവുകൾ മോശവും കുറഞ്ഞതുമാണെന്നും അവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ഏത് രീതിയിൽ ചെയ്യണമെന്നും കണ്ടെത്തുന്നതിന് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കും. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടർ രംഗത്തെ സാമർഥ്യമോ നിങ്ങളുടെ വാർത്താവിനിമയ രംഗത്തെ കഴിവുകളോ ഉള്ള മേഖലയായിരിക്കാം. നിങ്ങളുടെ കഴിവ് കുറഞ്ഞ മേഖലകൾ ശക്തിപ്പെടുത്തുന്നതിന് ഒരു വിദഗ്ധ ഉപദേശകന്റെയോ പരിശീലകന്റെയോ സഹായം ലഭിക്കുന്നതിന് സമീപിക്കുകയോ ഇതേ രീതിയിലുള്ള ചില ലേഖനങ്ങൾ പഠിക്കുകയോ ചെയ്തേക്കാം. Capricorn, finance. ഒരു പുതിയ വാഹനം വാങ്ങുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പിന് പറ്റിയ ദിനമാണിന്ന്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാർ വളരെയധികം സംതൃപ്തി നൽകുന്ന ഒന്നായിരിക്കുമെന്ന് കാണുന്നു. ഗ്രഹനിലയാണിതെല്ലാം നിങ്ങൾക്ക് സാധ്യമാക്കുന്നത്. വാങ്ങുവാൻ ഇനിയും കാലതാമസമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിനായി നിങ്ങൾ ഷോറൂമുകൾ സന്ദർശിക്കുവാൻ ആരംഭിക്കുക. Capricorn, health. അനാവശ്യ മാനസിക പിരിമുറുക്കം നൽകും. പ്രായമാകുന്നത് ഒഴിച്ചുകൂടാത്തതാണ്, ഒഴിവാക്കാൻ ഒരു വഴിയുമില്ലാത്തതും. നമുക്കാകെ ചെയ്യാവുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ പ്രവൃത്തികളിൽ ഉൾപ്പെടുക. ഏതവസരത്തിലും സന്തോഷിക്കുവാൻ പഠിക്കുക. ഇങ്ങനെയായാൽ ജീവിതത്തിന്റെ രസം ആസ്വദിക്കാൻ പറ്റും. വയസ്സാകുന്നു എന്ന വിഷമം കുറയുകയും ചെയ്യും. Aquarius, overview. ഇന്നു മുതൽ നീ ചുറ്റുമുള്ളവരെ നീ സഹായിക്കുന്ന രീതി വളർത്തുക. ഒരു മടിയും ഇതിന് കാണിക്കരുത്. എന്തെന്നാൽ ഇത് മറ്റെന്തിനേക്കാളും നല്ല ഉന്മേഷം തരും. ഇന്ന് മുൻഗണന കൊടുക്കേണ്ടത് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനാണ്. എന്തെന്നാൽ അത് ചിലപ്പോൾ നിനക്ക് അറിയുന്നവരും അറിയാത്തവരുമാകാം. നിന്റെ സ്നേഹിതരുടെ കൂടെ നീ എപ്പോഴും നല്ല രീതിയിൽ ഇടപെടുകയും സന്തോഷത്തോടെ പെരുമാറുകയും ചെയ്യണം. എന്നാലേ ആ ബന്ധത്തിന് ദൃഢത വരികയുള്ളൂ. Aquarius, romance. ഇന്ന് നിങ്ങളുടെ അനുരാഗ പങ്കാളിക്ക് നിങ്ങളെ മറ്റെന്തിലും ഉപരിയായി ഒരു സുഹൃത്തെന്ന നിലയിലാണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് കാണാം. അവരുടെ വാക്കുകൾ കേൾക്കുവാൻ ഇന്ന് സമയം കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള പിന്തുണ നൽകുക. പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിന് ലാഘവത്വം വരുത്തുവാനായി ഇന്ന് കുറച്ച് തമാശകളുമാകാം. Aquarius, career. അടുത്തിടെ നിങ്ങളുടെ ചിന്തകളുള്ള ഓഫീസിലോ വീട്ടിലോ ഉള്ള ഒരാളെ നിങ്ങൾ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ചിന്തകൾക്ക് നിങ്ങൾ കടുത്ത എതിർപ്പ് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് കാണാം. നിങ്ങളുടെ പ്രശ്നം സംബന്ധിച്ച് കേൾക്കണം എങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. പെട്ടെന്ന് നിരാശനാവാതിരിക്കുകയും നിങ്ങളുടെ ചിന്തകളെ അടിച്ചമർത്താതിരിക്കുകയും ചെയ്യുക. അവസാനം നിങ്ങൾ ഉന്നതിയിലെത്തിയേക്കാം. Aquarius, finance. ഒരു പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരുമെന്ന് കാണുന്നു. അതും അഭിമാനകരമായ ഒരു വസ്തു. ഇതുമൂലം നിങ്ങളുടെ സാമ്പത്തിക ആസ്തി വർദ്ധിക്കും. പണം ബുദ്ധിപൂർവം നിക്ഷേപിക്കുക. പെട്ടെന്ന് ധനവാനാകാനുള്ള പദ്ധതികളിൽ ആകൃഷ്ടരാകാതിരിക്കുക. ഇന്ന് ലഭിക്കുന്ന സ്വത്ത് കാര്യഗൗരവമില്ലാതെ പ്രവർത്തിച്ച് ചിലവാക്കരുത്. Aquarius, health. നിങ്ങളുടെ ആരോഗ്യം ഇന്ന് നല്ല നിലയിലായിരിക്കും. എങ്കിലും ദഹനക്കേടിനെ സൂക്ഷിക്കുക. നല്ല ആഹാരം കഴിക്കുക. വ്യായാമം ചെയ്യുക. നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ വളരെ ചെറിയതാണ്. നിങ്ങളുടെ ഇന്നത്തെ പൊതുവായ ആരോഗ്യസ്ഥിതി വളരെ നല്ലതാണ്. ഈ പ്രശ്നങ്ങൾ താൽക്കാലികവുമാണ്. ദഹനക്കേടിനെ വരുതിയിൽ നിർത്തുവാനായി നല്ല ഭക്ഷണം ഇന്ന് കഴിക്കുക. Pisces, overview. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിവാദത്തിൽ പെട്ടിരിക്കുന്നുവെങ്കിൽ എത്ര ചെറിയ വിവാദമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അത്ര നിസ്സാരമായി തോന്നാം. നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ വിചാരിക്കാത്ത ആ തർക്കത്തെ എങ്ങനെയും മാറ്റിയെടുക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. Pisces, romance. അനുരാഗവുമായൊരു ഏറ്റുമുട്ടൽ ഇന്ന് ജീവിതത്തിൽ കൂടുതൽ എരിവ് നൽകും. നിങ്ങളെ സന്തോഷഭരിതമാക്കുകയും ചെയ്യും. ഒഴിവു സമയ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം ആസ്വദിക്കുമെന്നും കാണുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉന്മേഷം നൽകുമെന്ന് മാത്രമല്ല, പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും ഈ അവസരം നിങ്ങൾക്ക് സഹായകരമാകും. Pisces, career. നിങ്ങളുടെ മനഃശാന്തിയും വാർത്താവിനിമയ രീതിയും ഇന്നെല്ലാവരും ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഓഫീസിൽ നിങ്ങൾ തിളങ്ങുകയും ചെയ്യും. മറ്റുള്ളവരെ ഉത്സാഹപ്പെടുത്തുവാനുള്ള നിങ്ങളുടെ കഴിവ് അതിന്റെ ഉത്തുംഗത്തിലാണെന്ന് അത് നിങ്ങളുടെ മേലാളന്മാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മുഴുവനാക്കുവാനും ഓഫീസിൽ സന്തോഷം നിറയ്ക്കുവാനും ശ്രമിക്കും. Pisces, finance. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം വ്യക്തമായി കാണാം.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിചാരിതമായി പണവും സമ്മാനങ്ങളും ലഭിക്കും. നിങ്ങൾ ചൂതാട്ടത്തിലോ ലോട്ടറികളിലോ ഉൾപ്പെടാറുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ദിനമായിരിക്കും. എന്നുവെച്ച് നിങ്ങൾ ജോലിയൊന്നും ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. Spices, health. ഇന്നത്തെ ദിനത്തിൽ ചെറിയ മുറിവുകൾക്കുള്ള സാധ്യതകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. മനസ്സിരുത്തി പ്രവർത്തിച്ചാൽ അപകടങ്ങളിൽ നിന്നും ഒഴിവാകാം. എന്നിരുന്നാലും മൂർച്ചയുള്ള ആയുധങ്ങൾ, തീ, ചൂടുള്ള ബർണറുകൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക.